ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് കുറേ നാളായി നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ് ഇട്ടിട്ട് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആകത്തില്ല. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ നിമിഷമാണ് കേട്ടോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. എന്താണ് ഓക്കെ, നോക്കാം. 6 of Pentacles, 8 of Swords, 9 of Pentacles, 4 of Cups, the Hermit, 8 of Cups, Queen of Swords, High Priestess, 8 of Pentacles ആൻഡ് ഏസ് ഓഫ് വാൺസ് ആണ്. ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഭയങ്കര ഫിസിക്കൽ അഡ്മിറേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം, കാരണം ഇവിടെ ഹെർമിറ്റ് കാർഡുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കില്ല, കാരണം 4 ഓഫ് കപ്സ് ഉണ്ട്. ഒരു നിരാശയിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗ്രോത്തും ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നുണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ഫസ്റ്റ് അയാൾക്ക് നിങ്ങളോട് ഭയങ്കര ഫിസിക്കൽ അഡ്മിറേഷൻ, ഫിസിക്കൽ ഒബ്സഷൻ ഉണ്ടെന്നാണ്. കാരണം ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത് ഹെവിലി അഡ്മയർഡ് ആണ്, ഹൈലി അഡ്മയർഡ് ആണ്, ഹൈലി പാഷനേറ്റ് ആണ്, ഹൈലി എന്താണ് ഫിസിക്കൽ അഡ്മിറേഷൻ വളരെ കൂടുതലാണെന്നാണ് നൈറ്റ് ഓഫ് വാൺസ്. ക്വിക്ക് ആക്ഷൻ എടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ നീഡ്സ് വളരെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ദെൻ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങളിപ്പോൾ അയാൾക്ക് കൊടുത്തിരുന്ന ശ്രദ്ധയും കരുതലും ഒക്കെ നിങ്ങൾ അതൊക്കെ മറന്നു പോയിരിക്കുന്നു. പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ മറ്റൊരു മേഖലയിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം എന്നയാൾ വിചാരിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം, കരുതൽ, അങ്ങനെയുള്ള ഒരു കാര്യവും ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല, കണ്ടാൽ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അയാൾക്ക് നിങ്ങളുടെ എനർജി പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു എനർജി എക്സ്ചേഞ്ച് ഒരു പക്ഷേ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് പൂർണ്ണമായും അയാളിൽ നിന്ന് നിങ്ങൾ അകന്നു പോയി എന്നാണ് അയാൾ വിചാരിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജി ഫുൾ മറ്റെവിടെയോ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അർഹതയില്ലാത്ത മറ്റെവിടെയോ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. സെക്കൻഡ് 8 ഓഫ് സോർഡ്സ് ആണ്. അതൊരു അയാൾ വിചാരിക്കുകയാണ് അയാൾ വിക്റ്റിമായിപ്പോയി, അയാൾ പറ്റിക്കപ്പെട്ടു, അയാളെ നിങ്ങൾ ചതിച്ചു എന്നൊക്കെയാണ് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളൊരു തീരുമാനം എടുക്കുന്നില്ല, ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. അയാളുടേതായ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്നു. അവിടെ നിന്നിട്ട് അയാളുടെ ചിന്തകളാണ് ശരി, അയാളുടെ വിചാരമാണ് ശരി എന്ന് വിചാരിക്കുന്നു. അയാൾ പെട്ടുപോയതാണ്, വിക്റ്റിമായതാണ് എന്ന് വിചാരിക്കുന്നു. അയാൾ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല എന്നാണ് 8 ഓഫ് സോർഡ്സ് പറയുന്നത്. ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ്. സെയിം ടൈം അയാൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപക്ഷെ നിങ്ങൾ നല്ല ബന്ധത്തിലാറുന്ന സമയത്ത് പരസ്പരം നിങ്ങൾ ഒരുപാട് എഫേർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു അടിത്തറ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു അടിത്തറ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. ഇനി എന്ത് വലിയ സെപ്പറേഷൻ ഫേസ് വന്നു എന്ന് പറഞ്ഞാലും അവിടെ ഒരു അടിത്തറ അതിശക്തമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്നൊരു എനർജി അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. അയാൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു ചെല്ലും എന്ന് അയാൾ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇത് ഫ്രൂട്ട് ഓഫ് ദ ലേബറാണ്. അതായത് തിരിച്ചു ചെല്ലാനുള്ള, നിങ്ങൾ തിരിച്ച് അയാളിലേക്ക് തന്നെ ചെല്ലാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അയാൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് അയാൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാമല്ല, നിങ്ങൾ തിരിച്ചു ചെല്ലാനുള്ളതെല്ലാം എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചു ചെല്ലും എന്ന് തന്നെ അയാൾ കാത്തിരിക്കുന്നു എന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ദെൻ 4 ഓഫ് കപ്സ് അയാൾ കടുത്ത നിരാശയിലാണ്. അയാൾക്ക് വേറെ ഒരുപാട് ഓഫേഴ്സ്, ഒരുപാട് റിലേഷൻഷിപ്പുകളൊക്കെ ഒരുപക്ഷെ അയാൾക്ക് വരുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒരിക്കലും അയാൾക്ക് മറക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മുക്തനാവാനോ സാധിക്കുന്നില്ല. മുക്തനോർ മുക്ത ആണോ പെണ്ണോ ആയിക്കോട്ടെ, അവർക്കതിൽ നിന്ന് നിങ്ങളെന്ന് പറഞ്ഞ ഒരു എനർജിയിൽ നിന്ന്
പുറത്ത് കിടക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല എന്നാണ് 4 ഓഫ് കപ്സ് പറയുന്നത്. അയാൾ കടുത്ത നിരാശയിലാണെന്നും അയാൾ ഇപ്പോഴും നിങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നും പുതിയൊരു ബന്ധത്തിലേക്ക് പോയാൽ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും താല്പര്യം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അയാൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നാണ്. പുതിയൊരു ഓഫർ യൂണിവേഴ്സായിട്ട് അയാൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ അയാളത് സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അയാൾ ഇപ്പോഴും ഡിസഗ്രിമെൻറ്റിലാണ്, ഡിസപ്പോയിൻമെൻറ്റിലാണ്, ഒരു നിർവികാരതയിലാണുള്ളത് എന്നാണ് കാണുന്നത്. ദെൻ ഹെർമിറ്റാണ്. ശരിക്കും അയാളുടെ ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അയാളും ഒരുപക്ഷെ ഇപ്പോൾ ഈ സമയത്തായിരിക്കും ഒരു ദൈവവിചാരത്തിലേക്കോ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അതാണ് ഹെർമിറ്റ് എനർജി പറയുന്നത്. അയാൾ ശരിക്കും ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അയാൾക്ക് ജീവിതത്തിൽ മൊത്തത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അയാൾ ഹാപ്പിയാണ്, അയാൾക്ക് ഒരു കുഴപ്പമില്ല, അയാൾ വളരെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ അയാൾ ശരിക്കും ലൈഫിൽ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ദെൻ 8 ഓഫ് കപ്സ് ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ്. അയാൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച്ഡായി പോകാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് പോകാൻ, അതായത് റിലേഷൻഷിപ്പിനകത്തുനിന്ന് പുറത്തേക്ക് പോകാനായിട്ട് അയാൾ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അയാൾ കാരണങ്ങളും കണ്ടെത്തുന്നുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് അയാൾ കാരണങ്ങൾ പലതുമാണ്. അയാളൊരു ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ ചതിക്കപ്പെട്ടതാണ്, എന്നെ ചതിച്ചതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അയാൾ നിൽക്കുന്നത്. ആ ഒരു ചിന്താഗതി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അയാൾ ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നത്. ഇനി എന്നിട്ടും അയാൾക്ക് പുറകോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അയാൾ പുതിയ പുതിയ കാരണങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ്. പുതിയ കാരണം എന്നുള്ളതിനേക്കാൾ അയാൾ കൂടുതൽ ക്ലാരിറ്റി തേടുന്നുണ്ട്. അതുപോലെ കൂടുതൽ വ്യക്തത, കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു എനർജിയോ ഒന്നും ഒരുപക്ഷെ അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒന്നും അയാൾക്ക് അറിയുന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു നിഗൂഢമായ ഒരു കാര്യമായിട്ടാണ് അയാൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതാണ് ഹൈ പ്രീസ്റ്റസ് എനർജി പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ അയാൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ എനർജി അറിയില്ല, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നവരായിരിക്കും മുൻപ്. ഇപ്പോൾ പക്ഷെ ഒന്നും ഒരു കാര്യവും അറിയാത്തത് കൊണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു നിഗൂഢത മാത്രമാണ് അയാൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, നിങ്ങൾക്കിനി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും അയാൾക്ക് ഒരു ധാരണയുള്ളതായിട്ട് കാണുന്നില്ല. 8 ഓഫ് പെൻറ്റക്കിൾസ് ഇയാൾ എഫേർട്ട് ഇട്ട് നോക്കുന്നുണ്ട് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ച് സ്കില്ലുകൾ, അതായത് എന്ത് കാരണത്തിൻ്റെ പേരിലാണോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എൻഡപ്പ് ആയിട്ടുള്ളത് അവിടെയൊക്കെ കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി ഒന്ന് ഒരു ലൈഫ് മൊത്തത്തിലൊന്ന് റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ അയാൾ എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾ കുറച്ച് ബെറ്ററായിട്ട് ഒരു ബെറ്റർ പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരണമെന്ന് അമിതമായി ആഗ്രഹിക്കുകയും ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് വാൺസ് ആണ് വന്നേക്കുന്ന കാർഡ്. അപ്പോൾ ഒരു പുതിയ തുടക്കം വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളോട് വല്ലാത്തൊരു അഭിനിവേശം അയാൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ വേണമെന്ന് അയാൾക്ക് അറിയില്ല. എന്നാൽ അയാൾ എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളുടെ പഴയ ഓർമ്മകളിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, പുതിയ ഒരു വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അയാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അയാൾ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു എഫേർട്ട് ഇടുന്നതായിട്ടാണ് കാണുന്നത്, എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് റിലേഷൻഷിപ്പിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ ഒരാളായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അയാൾ കുറച്ച് എഫേർട്ടൊക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ ശരിക്കും നിങ്ങളിൽ ഇപ്പോൾ ഒരു ഒബ്സഷൻ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾ ജീവിതത്തിൽ മൊത്തത്തിൽ സ്റ്റക്കായപ്പോഴാണ് ശരിക്കും നിങ്ങൾ എന്താണ്, നിങ്ങൾ ലൈഫിൽ എന്തായിരുന്നു എന്നൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അയാൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് മീൻസ് ഒരുപാട് ഓഫേഴ്സൊക്കെ വരുന്നുണ്ടായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ കരിയറിൽ ബെറ്റർമെൻറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അയാൾ കുറച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ അയാൾക്ക് മറ്റൊരാളെ നിങ്ങൾക്ക് പകരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പകരം വന്നിട്ടുള്ള ഒരാളും നിങ്ങൾക്ക് പകരമായിട്ടുമില്ല. അയാൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 4 ഓഫ് കപ്സ് വരുന്നത്. അതായത് നഷ്ടപ്പെട്ട ആ കപ്പുകളെ നോക്കിയിട്ട് തന്നെയാണ് അയാൾ നിൽക്കുന്നത്. അയാൾ അതിനെ പുതിയ ആളുകളുമായിട്ടോ പുതിയ വന്നിട്ടുള്ള ഓഫറുകളുമായിട്ടൊക്കെ അയാൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഒപ്പം എത്താൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അയാൾക്ക് തീർത്തും നിരാശ തോന്നുന്നു നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ഓർത്തിട്ട്. അപ്പോൾ നിലവിൽ അയാൾ നിങ്ങളെ തിരിച്ചു വേണം. ജീവിതത്തിൽ നിങ്ങളുണ്ടായിരുന്ന കാലത്തിൽ അനുഭവിച്ചിരുന്ന സന്തോഷങ്ങളെക്കുറിച്ചൊക്കെ അയാൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒറ്റപ്പെട്ടു പോയതിനെക്കുറിച്ച് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു പുതിയ മനുഷ്യനാകാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയാണ് നിങ്ങളെക്കുറിച്ചിപ്പോൾ അയാൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ
നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിനിവേശം തോന്നുന്നു, നിങ്ങളെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഒബ്സഷൻ തോന്നുന്നു എന്നൊക്കെയാണ് കാണുന്നത്. വല്ലാത്തൊരു അഭിനിവേശം നിങ്ങളോട് വല്ലാതെ തോന്നുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലൂസ് വേണ്ടവർക്ക് സ്പെല്ലിങ്സ് പറയാം. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേരിലുള്ള സ്പെല്ലിങ്സ് ആയിരിക്കാം. KOW EOC QOS THEPAW, വീണ്ടും T വന്നിട്ടുണ്ട്, H വന്നിട്ടുണ്ട്, F വന്നിട്ടുണ്ട്, C വന്നിട്ടുണ്ട്, O വന്നിട്ടുണ്ട്, N വന്നിട്ടുണ്ട്, P വന്നിട്ടുണ്ട്, E വന്നിട്ടുണ്ട്, S വന്നിട്ടുണ്ട്. നമ്പേഴ്സ് പറയാം. 12, 6, 8, then 13, 2, 8, 1, then 9, 4, 9. ഇത്രയാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റോ നിങ്ങളുടെ സെപ്പറേറ്റ് ആയ ദിവസമോ ഒക്കെ ആയിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളായിട്ട് റെസണേറ്റ് ആവുന്നുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ റീഡിങ് കുറച്ചും കൂടെ റെസണേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.